അല്ല, CBI എൻക്വയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിനകത്ത് റേപ്പ് കേസാണ് സർക്കാർ എടുത്തത്. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായെങ്കിലേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലല്ലോ. പിന്നെ അദ്ദേഹം അറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിഷമിച്ചൊരു കാര്യമാണ് അന്ന് കേസെടുത്തത്. പക്ഷേ കാലം സത്യം തെളിയിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയിക്കും, ഞാൻ ഉറപ്പാണ്. മരണത്തിന് ശേഷവും തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുകയാണല്ലോ. അത് എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തെ അത്രയ്ക്ക് ഭയക്കുന്നുള്ളതുകൊണ്ടാണ് ആക്രമണം. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ജനങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ആക്രമണം. ആക്രമണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ പിന്നെ അനക്കമില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അനക്കവും കൂടുതൽ ജീവനും വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമായിട്ട് വന്നിരിക്കുന്നു. മരിച്ച ഉമ്മൻചാണ്ടിയാണ് ജീവിച്ച ഉമ്മൻചാണ്ടിയെ കാട്ടിയെന്ന് ഭയക്കുന്ന ചിലർ. ആ ഭയം നല്ലതായിരിക്കട്ടെ. KPC പ്രസിഡന്റ് ആവുന്നത് പാർട്ടി തീരുമാനിച്ച ആരെ വേണമെങ്കിൽ KPC പ്രസിഡന്റ് ആകാം. അതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആദ്യത്തവണ ജയിച്ച ജനീഷിനെ മന്ത്രിയാക്കി. അതുപോലെ തന്നെ ആദ്യത്തവണ ജയിച്ച ലിജുവിനെ മന്ത്രിയാക്കി. ആദ്യത്തവണ ജയിച്ച തുളസിയെ മന്ത്രിയാക്കി. എക്സ്പീരിയൻസ് വേണം, ചിലപ്പം പുതിയ രക്തവും വേണം. അതിനകത്ത് എന്താ കുഴപ്പം? ചില പുതിയ ഒരാളെ ആക്കിയെന്നിരിക്കും, ചിലപ്പോൾ പഴയ ഒരാളെ ആക്കിയെന്നിരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി ആരെ വേണേൽ തീരുമാനിക്കാം, ആരെ വേണേൽ മന്ത്രിയാക്കാം, ആരെ വേണേൽ ഏത് സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. കാരണം പാർട്ടിക്ക് അറിയാം ആരെ എവിടെ വെക്കണമെന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി അതിന് സമയം തീരുമാനിക്കും. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഇല്ല. ആര് PC പ്രസിഡന്റ് വന്നാലും ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ മണ്ഡലത്തിൽ UDF സർക്കാർ IT പാർക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഞാൻ MLA ആദ്യ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് കോട്ടയത്തിന് IT പാർക്ക്. കാരണം കോട്ടയം, ആലപ്പുഴയല്ല, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഈ 3 ജില്ലകളിൽ IT പാർക്കില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരാണ് ഭൂരിപക്ഷവും വിദേശത്തേക്ക് പോയി അവിടുത്തെ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ വികസനം കൊണ്ടുവരികയും മാറ്റം കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയ ഒരു തോമസ് കുര്യൻ, അദ്ദേഹം ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരു മലയാളിയാണ്. അദ്ദേഹം ഇവിടെ പാമ്പാടിക്കാരനാണ്. അതേസമയം നമ്മുടെ നാട്ടിലോട്ട് IT പാർക്കും ഇല്ല. പിള്ളേരെല്ലാം അവിടെ ഇവിടെയും പോവുകയാണ്. അപ്പം നമുക്കൊരു IT പാർക്ക് അനിവാര്യതയാണ്. IT പാർക്കിന് അനിവാര്യത ഞാൻ ചൂണ്ടിക്കാണിച്ചു 2 വർഷം. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ വൈരാഗ്യ ബുദ്ധിയാണ്. കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളോട് വൈരാഗ്യ ബുദ്ധികളൊന്നും അനുവദിച്ചില്ല. ഇപ്പം ഞാൻ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ IT പാർക്ക് തന്നു. IT പാർക്ക് 5 കോടി അനുവദിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം വെച്ചാൽ ഒരാൾ അടുത്ത ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ 50 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഒരു നിലപാടെടുത്താൽ അതിൻ്റെ കൂടുതൽ നിലപാടെടുക്കാൻ 1000 പേരുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയ വികസന സാധ്യതയുള്ള ഒരു കാര്യമാണ് കോട്ടയത്തെ സംബന്ധിച്ചുള്ള IT പാർക്ക്. ആ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ശക്തമായി ഏറ്റെടുത്താൽ നമുക്ക് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാർ മൊത്തം വിദേശത്ത് പോകേണ്ട കാര്യമില്ല. ഇവിടെ നിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതിലേക്കുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത്. എൻ്റെ മണ്ഡലത്തിൽ ഞാൻ സജീവമല്ലെന്ന് ആരും പറയില്ല. കാരണം എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാധ്യമല്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ പല ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇപ്പോൾ സർവ്വ സമ്മേളനം നടത്തി. ആ സർവ്വ സമ്മേളനം വത്തിക്കാനിൽ നടത്തി. അതിനുശേഷം വിവിധ രാജ്യങ്ങളിൽ നടത്തി. ഇനിയിപ്പം ജപ്പാനിലും അതുപോലെ തന്നെ മലേഷ്യയിലും ഒക്കെ നടത്താൻ പോകുന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിൽ നിൽക്കാതിരിക്കാൻ ഒരു കാരണമില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചയും അവിടെ ഉണ്ട്, എല്ലാ ദിവസവും അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. സാധിക്കുമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ കാണും. അല്ലെങ്കിലും അസംബ്ലി ഇല്ലാത്തപ്പോൾ ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ്. പിന്നെ യാത്ര ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. അത് എന്നെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നു. അതുകൊണ്ട് പരമാവധി ആളുകളെ കണ്ട് ആണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പിന്നെ എല്ലായിടത്തും ഓടിയെത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. പക്ഷേ പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് 53,000-ഓളം വോട്ടുകൾക്ക് എന്നെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. വലിയ ഒരു എന്താ പറയുക, പ്രതീക്ഷ ജനങ്ങളിലുണ്ട്. ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ വരും. പക്ഷേ എല്ലാ ദിവസവും അവിടെ നിൽക്കുക അല്ലെങ്കിൽ ആൾക്കാരെ കാണുക എന്നുള്ളത് സാധ്യമാണോയെന്നറിയില്ല. കാരണം ഞാൻ കേരളം ഒട്ടുക്ക് യാത്ര ചെയ്യുന്നൊരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. പക്ഷേ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട്, പുതുപ്പള്ളി ജനങ്ങളോടാണ് ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ്. അത് പൂർത്തിയാക്കിയിരിക്കും. UDF സർക്കാർ കൊടുത്തൊരു വാക്കാണ്, ജനങ്ങൾ മുന്നിൽ കാണിച്ചു. യദുവിനെ കണ്ടോ, യദുവിനെ സർക്കാർ അന്യായമായി പിരിച്ചുവിട്ടു. എന്തിനാണ്? ഒരു കാര്യമില്ലാതെ. അപ്പോൾ അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ കൊടുത്തൊരു വാക്ക് കൂടിയുണ്ട്. 2 മാസം കഴിയുമ്പോൾ നമ്മളത് പൂർത്തീകരിക്കും. ഇന്ന് ഞാൻ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തപ്പോൾ തന്നെ ആദരണീയനായ സ്പീക്കർ സ്വീകരിച്ചു. അതുകൊണ്ട് വലിയ ഒരു സന്തോഷമാണ്, നന്ദിയാണ് സ്പീക്കറിനോട് പറയാനുള്ളത്. അദ്ദേഹം യദുവിനെ പോലെ നല്ലൊരു എന്താ പറയുക, നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നീതി നടപ്പിലാക്കി കൊടുത്തത്. അതിന് UDF സർക്കാരിനും പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.